ബാ ഇരിക്കി. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാൻ പൊന്മാൻ കണ്ടു. പൊന്മാനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നമ്മുടെ ബേസിൽ ജോസഫ് മൂപ്പരെന്തോ ആസ് എൻ ആക്ടർ ബ്രേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ കേൾവിപ്പെട്ടു. നന്നായി. കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ, പലതരത്തിലുള്ള സിനിമകൾ, പലതരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തല്ലോ. അഭിനേതാവായിട്ട് നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ. ഇനി കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് നല്ലതാണ്. ഇത് ഞാനൊരിക്കലും നെഗറ്റീവായിട്ട് പറയുന്നതല്ല, ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയുന്നൊരു കാര്യമാണ്. മൂപ്പര് കിടിലൻ മനുഷ്യനാണെന്നേ. നല്ല മണ്ടയുണ്ട്, നല്ല മണ്ടയുള്ള ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി ഒരു ഡയറക്ടറല്ലേ. പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ കാണാൻ ഞാൻ വളരെ ആക്രാന്തത്തോടു കൂടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഒരിക്കലും വെറുതെ എക്സാജറേറ്റ് ചെയ്ത് ഒരു നിമിഷത്തെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പറയുന്നതല്ല. ആസ് എ പ്രേക്ഷകൻ ഓണസ്റ്റായിട്ട് പറയുന്നതാണ്. പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മൂപ്പര് ബ്രേക്ക് എടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ കേട്ടത്. അപ്പോൾ അത് സമയമെടുത്തിട്ട് ആ പണിയിലേക്ക് ഇനി കോൺസെൻട്രേറ്റ് എന്നാണ് എനിക്ക് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ബേസിലിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ, ആസ് എൻ ആക്ടർ മൂപ്പരുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഹെവിയാണ്, കിട്ടിലാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഒരു ഗ്യാരണ്ടീഡ് ആക്ടറാണ് പുള്ളി. കാരണം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ 1-2 ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മൂപ്പര് തിരഞ്ഞെടുക്കുന്ന സാധനങ്ങളൊക്കെ ഉഷാർ സാധനങ്ങളാണ്. കഥാപാത്രങ്ങളായിക്കോട്ടെ, കഥയായിക്കോട്ടെ, ഉഷാർ സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുന്നതിൽ ആസ് എൻ ആക്ടർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ആ ഒരു ക്രിയേറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ആസ് എ പ്രേക്ഷകൻ ഞാൻ പുള്ളി ഇപ്പോൾ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ബ്രേക്ക് എടുത്തിട്ട് ഡയറക്ഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പടം ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ചിലപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന കാര്യം കൂടുതൽ കണക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. പുള്ളിയിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മിന്നൽ മുരളി ഒക്കെ മൂപ്പര് ചെയ്തൊരു സാധനമാണോ മാൻ? ഏത് റേഞ്ചിൽ നിൽക്കുന്ന സാധനം അത്? ക്രിയേറ്റിവിറ്റി മാൻ, അതാണ്. അപ്പോൾ ഇതാണ് ബേസിലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിന്ന് തന്നെ പൊന്മാൻ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കിടിലൻ ഡയറക്ഷൻ. അതായത് ആ ഡയറക്ടറിൻ്റെ പേര് പെട്ടെന്ന് വായിൽ കിട്ടുന്നില്ല, ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഐ എം സോറി. കിടിലൻ ഡയറക്ഷൻ, കിടിലൻ സിനിമ, കിടിലൻ എഴുത്ത്, കിടിലൻ മ്യൂസിക്, കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങിയത് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. അത് ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, ഞാൻ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഞാൻ യൂട്യൂബ് തുറന്നു നോക്കിയ സമയത്ത് പൊന്മാൻ റിവ്യൂസ് ഒക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നു, പബ്ലിക് റെസ്പോൺസ് ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആ പണ്ടറങ്ങ് ഇത് ഇറങ്ങിയോ എന്നുള്ളത് അറിയുന്നത്. ഞാൻ 1:55 ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് 2:30 ഷോന് വേണ്ടിയിട്ട്. സത്യത്തിൽ ഇത് തിയേറ്ററിൽ ഞാൻ കണ്ടില്ലെങ്കിൽ മിസ്സായി പോയിട്ടുണ്ടാകും. കാരണം ഞാൻ നല്ല രീതിയിൽ അത് ആസ്വദിച്ചിട്ടുണ്ട് ആ സിനിമ. അപ്പോൾ അത്രയും എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് കഥ, ഡയറക്ഷൻ, ബാക്കി മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. ഇതിലെടുത്തു പറയേണ്ടത് പെർഫോമൻസ് തന്നെയാണ്. എല്ലാവരും കിട്ടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറയാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നത് ആനന്ദ് എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ട്, മറ്റേ ലിജോ മോളുടെ ബ്രദറായിട്ട് അഭിനയിച്ച പുള്ളി. നല്ല പെർഫോമൻസ്, കിട്ടില്ലേ പുള്ളി. അടിപൊളി നടനാട്ടോ പുള്ളിക്കാരൻ, അടിപൊളി നടൻ. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സജിൻ ഗോപ്, നമ്മുടെ അമ്പാൻ, പുള്ളി എന്താണ് അതിലൊന്നും കണ്ട പോലെ ഒന്നുമല്ല. നമ്മുടെ രോമാഞ്ചത്തിലോ അല്ലെങ്കിൽ മറ്റേ ആവേശത്തിലൊന്നും കണ്ട പോലെ ഒന്നുമല്ല ചെങ്ങാതി. അത് പോലെയല്ല, അത് അയാൾ തന്നെയാണോ തോന്നിപ്പോയി സിനിമ കണ്ട്. ഇതിൻ്റെ അകത്തൊരു മാതിരി മറ്റോടത്തെ മനുഷ്യൻ, ഒരു ചാതി റൂട്ട് മനുഷ്യൻ, ഒരുമാതിരി കലിപ്പ് മനുഷ്യൻ, ഒരു ജാതി മനുഷ്യനെ. അത് പുള്ളി കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ പറഞ്ഞു ആനന്ദ്, നമ്മുടെ അമ്പാൻകുട്ടി, പിന്നെ നമ്മുടെ ദീപക് പരമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളി ഉണ്ടല്ലോ. പുള്ളി ചെറിയൊരു പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. പുള്ളിയാണെങ്കിൽ കൊടുത്ത സാധനം അടിപൊളിയായിട്ട് ചെയ്തു. പുള്ളി നല്ലൊരു ആക്ടറാട്ടോ. എല്ലാ സിനിമകളിലും പുള്ളിക്കും വരണം. പുള്ളി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, തെളിയിച്ചിട്ടുള്ളതാണ്. ഇതിലും നല്ലൊരു കഥാപാത്രം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ലിജോ മോള് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും അവരുടെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവർ നല്ലൊരു നടിയാണ്. പിന്നെ ബേസിലിനെ കുറിച്ചിട്ട് എന്താ പറയുക, ബേസിൽ ഇപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയല്ലേ. ബേസിലിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഹിറ്റ് എന്നുള്ളൊരു മൂഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ബേസിലിൻ്റെ ക്യാരക്ടറും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മൂപ്പരുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
പ്രത്യേകിച്ച് റൂമിൻ്റെ അകത്തുനിന്നൊരു സീനുണ്ട്, ഒരു ലോഡ്ജിൽ വെച്ചിട്ടൊരു സീനുണ്ട്. ഈ പറഞ്ഞ ആനന്ദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും ബേസിലും തമ്മിലുള്ളൊരു സീനുണ്ട്. അത് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു അത് പുള്ളിക്കാരൻ ചെയ്തത്. അത് ചിരിയും വരും, അത് സീരിയസ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. പക്ഷെ അത് നമുക്ക് ചിരിയും വരും പുള്ളിയുടെ പെർഫോമൻസ് കാണുന്ന സമയത്ത്. പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും മൂപ്പരുടെ മുഖത്തിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും പുള്ളിയുടെ ഒരു സംസാര ശൈലിയും ഒക്കെ ഒരു വളരെ നാച്ചുറൽ ആയിട്ടൊരു മൂപ്പർക്ക് ആ ഒരു സാധനം ഉണ്ട്, രസകരമായിട്ടുള്ളൊരു പരിപാടി ഉണ്ട് മൂപ്പരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ. അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊന്മാൻ അടിപൊളി സിനിമ, പൊന്നും കട്ട എന്നാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് പേഴ്സണലി ഇത് കിടലൻ സിനിമയായിട്ടാണ് തോന്നിയത് കണ്ടപ്പോൾ. കിടലൻ സിനിമ. ഞാൻ എക്സാജറേറ്റ് ചെയ്യാണ് തോന്നിയാലും വേണ്ടില്ല, ഞാൻ തുറന്നു പറയാലോ, ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് തിയേറ്ററിന് ആസ് എ പ്രേക്ഷകൻ എനിക്കിത് തിയേറ്ററിൽ നിന്ന് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമായി പോയിട്ടുണ്ടാകും. കാരണം കുറേ സിനിമകളുണ്ട് തിയേറ്ററിൽ നമ്മൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് സിനിമകളില്ല. എനിക്ക് അത്തരത്തിലുള്ള സിനിമയൊക്കെ ആയിട്ടാണ് ഇത് തോന്നിയത്. രസമുണ്ടെന്നേ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട്, എന്താ പറയുക, ഇതിൽ ഞാൻ ഒന്നും പറയുന്നില്ല, എടുത്തു പറയുന്നില്ല, എന്താ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിതൊക്കെ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കാറിയൊക്കെ ചെയ്യുന്നത്. നിങ്ങളെന്തായാലും പോയി കണ്ടു നോക്ക്, തിയേറ്ററിൽ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കിടിലൻ സിനിമ. ബേസിൽ സിനിമ എന്ന് പറയുമ്പോൾ അനുഭവം പറയാമല്ലോ. ലൈക്ക് ഞാൻ ഉച്ചത്തെ ഷോന് പോകുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഈ സിനിമ കാണാൻ. ഫസ്റ്റ് സീസൺ തന്നെ ഒരു ആക്ടറിൻ്റെ സിനിമ കാണാൻ ആളുകൾ അത്യാവശ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ആ ആക്ടറിൻ്റെ വിജയമാണ്. അത് ആ ആക്ടർ ഉണ്ടാക്കി വെച്ചൊരു വിശ്വാസമാണ്. അത് പറയാതെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അത് ബേസിൽ കഴിഞ്ഞ സിനിമകൾ, മൂപ്പരുടെ സ്ക്രിപ്റ്റ് സെലക്ഷനും മൂപ്പരുടെ പരിപാടി, മൂപ്പരോട് ഭയങ്കര ഇഷ്ടമുണ്ട് ആൾക്കാർ കൈയടിക്കുന്നുണ്ട് മൂപ്പരെ സ്ക്രീനിൽ കാണുന്ന സമയത്ത്. അത് വിജയം തന്നെയാണ് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ. കയറി വരട്ടെ, സന്തോഷം കാണുന്നതിൽ. കയറി വരട്ടെ, ബേസിൽ കയറി വാ. ഇങ്ങനെയുള്ള ആൾക്കാർ കയറി വരണം. ബുദ്ധിയുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള, കഴിവുള്ള മനുഷ്യന്മാർ. അഭിനയിക്കാൻ പലർക്കും കഴിവുണ്ടാവും, പക്ഷേ ഏത് സിനിമയിൽ അഭിനയിക്കണം, എത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കണം എന്ന് ഒരാൾക്ക് അത്തരത്തിലുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ വേറെ റേഞ്ചിലേക്ക് ആക്ച്വലി എത്തും. നമുക്ക് എന്താണ് പറയുക, എല്ലാപ്പോഴും സക്സസ്ഫുൾ ആവും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ബേസിലിൻ്റെ ഒക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് തിരഞ്ഞെടുക്കുന്ന സിനിമകൾ അതിലെല്ലാം ഒരു വ്യത്യസ്തത ഉണ്ടെന്നേ. വ്യത്യസ്ത സിനിമകളെ മൂപ്പര് ചെയ്യുന്നേ, വ്യത്യസ്ത കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കഥയൊക്കെയാണ് മൂപ്പര് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അത് ഒരു ടാലൻ്റാണ്. അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക്, ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് അതൊക്കെ പറ്റും. ഇപ്പം മമ്മൂക്കയുടെ കേസ് പറയുകയാണെങ്കിൽ അത് തന്നെയല്ലേ, കുറേ പൊട്ടിച്ചിട്ടുണ്ട് മുമ്പില്ലെന്നല്ല പറയുന്നത്. പക്ഷേ മമ്മൂക്കയുടെ കേസിലാണെങ്കിൽ ഈ അടുത്തായിട്ട് മൂപ്പര് കണ്ടിന്യൂസ്ലി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നോക്ക്, ഡിഫറെൻറ്റ് കഥകൾ, ഡിഫറെൻറ്റ് കഥാപാത്രങ്ങൾ. അപ്പോൾ ഏകദേശം രണ്ടുപേരുടേതായ സാധനം ഞാൻ കമ്പയർ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കേസിൽ ഞാൻ പറയുകയാണ്, രണ്ടുപേരും ഏകദേശം ഉഷാറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കുറേ ആൾക്കാർ മറ്റേ ദിലീപായിട്ടൊക്കെ കമ്പയർ ചെയ്യും. ബേസിലിനെ അടുത്ത ജനപ്രിയ നായകൻ, ദിലീപിന് ശേഷം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ദിലീപ് ഉണ്ടാക്കിയ സാധനം ദിലീപ് ഉണ്ടാക്കി, അത് ദിലീപ്. അതിന് പകരക്കാരനൊന്നുമില്ല. ദിലീപിന് പകരക്കാരനായിട്ട് ആരുമില്ല, ബേസിലിന് പകരക്കാരനായിട്ട് ആരുമില്ല. ബേസിലിൻ്റെതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ബേസിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ മതി, അതാ ചന്തം. അതിൽ വെച്ചാൽ പോരെ. ദിലീപ് ഉണ്ടാക്കി വെച്ചാൽ ദിലീപിൻ്റെ മാത്രം, ബേസിൽ ഉണ്ടാക്കി വെക്കുന്നത് ബേസിലിൻ്റെ മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പറയുന്നു, ബേസിൽ ആസ് എ ഡയറക്ടർ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. മോനെ നിങ്ങൾ കിടക്കും, ആസ് എ ഡയറക്ടറും നിങ്ങൾ കിടക്കും. നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യനാണ്. നിങ്ങൾ ഈ കളി തമാശ പരിപാടിയൊന്നുമല്ല, നിങ്ങൾ വേറെ ലെവൽ മനുഷ്യനാണ് ബേസിൽ. പൊളി.